അപ്പോൾ ദിലീപിനെതിരെ 8.5 കൊല്ലം ഗൂഢാലോചന ആരോപിക്കാം. എന്നാൽ അദ്ദേഹത്തിനെ വെറുതെ വിട്ടപ്പോൾ അദ്ദേഹം തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ മഹാപാതകമാണ് എന്ന മട്ടിൽ പറയുന്നതിൻ്റെ ചിത്രീകരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. ഇവിടെ ഒരു വിചാരണ കോടതി മാത്രം മതിയല്ലോ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും വേണ്ടല്ലോ. ഈ ഒരൊറ്റ കോടതി പോരെ എല്ലാ സംസ്ഥാനങ്ങൾക്കും. അയാൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ? എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് കോടതിയിൽ വിധി വരികയാണ്, ദിലീപ് കുറ്റമുക്തനായി. ദിലീപ് ഇതെല്ലാം സഹിക്കാൻ, ഇങ്ങനൊരു പ്രശ്നം താങ്ങാൻ പറ്റാതെ പുള്ളി അങ്ങ് ആത്മഹത്യ ചെയ്തു. എന്ത് നമ്മൾ എന്ത് പറയാം? അതാ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, ആക്ഷേപിച്ച ഓരോരുത്തരും മാപ്പ് പറയുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ പറഞ്ഞത്. അയാൾ ആ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്, അത്രയും തെളിവുകൾ കൺമുന്നിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഒരു പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. ഇത് അങ്ങേയറ്റം ഹീനമായ ഒരു വിധിയാണ്. ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ട്. അതിനുശേഷം പറഞ്ഞു ശ്രീലേഖയെ ചോദ്യം ചെയ്യും, ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖ കേസിൽ പ്രതിയാവും, കോടതി ശ്രീലേഖയെ വിളിക്കുമ്പോൾ ഒരു മറുപടി പറയേണ്ടി വരും. ആരെന്ത് ചെയ്തു? ഒറ്റ മനുഷ്യൊന്നും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞ 100% സത്യം. ഈ വിധി അങ്ങേയറ്റം ബയസ്ഡായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? കോടതിയുടെ ഒരു കീഴ്വഴക്കമുണ്ട്. അതായത് ജഡ്ജി കോടതിയിലേക്ക് വരുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ആളുകളെ കൈകൂപ്പി എഴുന്നേറ്റ് നിന്ന് തൊഴുതുന്ന ഒരു കീഴ്വഴക്കം. പക്ഷേ ഈ ദിലീപിൻ്റെ വിധി വന്നതിന് ശേഷം ആളുകൾ പറയുന്നത് ദിലീപിനെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ജഡ്ജി കൈകൂപ്പി. ദിലീപിനെ ബഹുമാനിക്കുന്ന ജഡ്ജി എങ്ങനെയാണ് പിന്നെ ദിലീപിനെ വെറുതെ വിടാതിരിക്കുന്നത്? എന്തായാലും ഇങ്ങനെ പറഞ്ഞ ആളുകൾക്കെല്ലാം പണി കിട്ടാൻ പോവാണ്. നമ്മൾ മുമ്പെങ്ങും കാണാത്ത തരത്തിൽ ഈ കേസിൽ വിധി വന്നതിന് ശേഷം ഈ ഹണി എം വർഗീസ് ആ ജഡ്ജിനെ വ്യക്തിപരമായി വരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സൈബർ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. ഏതോ ഒരു പൗരൻ ഊമക്കത്ത് കൊടുത്തിരിക്കുന്നു. ഈ പൗരനെയും അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പൾസർ സുനിയുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇയാളൊരു സ്ഥിരം ക്രിമിനലാണ്. ഒരു നടിയോടല്ല ഇയാളിത് ചെയ്തിരിക്കുന്നത്. ഒന്നിലധികം പേരോട് നിരവധി നടിമാരുടെ ഇതുപോലെ കൊണ്ടുപോയി ഉപദ്രവിച്ച് പിന്നീട് അവരിൽ നിന്നും പണം തട്ടുന്ന ഒരു രീതി സുനിൽകുമാറിനുണ്ട്, പൾസർ സുനിക്കുണ്ട്. നിരന്തരം ഇത്തരം അതിക്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിമാനം എന്ന് പറയുന്നത് ആലോചിച്ചിട്ട് അവർ പിന്മാറി. നാണക്കേട്. അതെ. മറ്റൊരു നടി ഓഫ് റെക്കോർഡായിട്ട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ ഇയാളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സന്തോഷവാനാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ആ നടിയെ പീഡിപ്പിച്ച നരാധവന്മാരായ 6 പേരെ ശിക്ഷിച്ചതിന് പേരിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ? അത് ആർക്കാ ആക്ഷേപമുള്ളത്? ഏത് സംഘടനകളാ? WCCക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും. 8.5 വർഷം ഗൂഢാലോചന ഉണ്ട്, അത് നടത്തിയിരിക്കുന്നതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ദിലീപിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം നേരിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. അപ്പോൾ ഈ 8.5 വർഷം നമ്മൾ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു. അത് ഇല്ല എന്നുള്ളതാണ് ഈ വിധി പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും അത് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞാൽ അത് ദിലീപിന് അതിൽ പങ്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത ഒരു കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളത് അയാൾക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തിയെന്ന് അയാൾക്ക് പറയാൻ മതിയായിട്ടുള്ള കാരണമാണ്. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്, വൺ സൈഡ് അല്ലല്ലോ. അപ്പോൾ ആസൂത്രകൻ ദിലീപാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിയും പോലീസുമാണ്. അത് ദിലീപ് അല്ല എന്ന് കോടതി പറയുന്ന സമയത്ത് യഥാർത്ഥ ആസൂത്രകൻ ആരാണെന്ന് പറയാനുള്ള ബാധ്യത ദിലീപിനല്ല, കോടതിക്കല്ല, പോലീസിനാണ്. ഇതിൽ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ അറിയാം. കോൺസ്പിറസി എന്നതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെ ചാർജ് ഉണ്ടായിരുന്നു. കൊട്ടേഷൻ കൊടുത്തത് അദ്ദേഹമാണ് എന്നതുണ്ടായിരുന്നു. അദ്ദേഹം ഇതിൽ എവിഡൻസ് ടാമ്പർ ചെയ്തു എന്ന മട്ടിലുള്ള പറച്ചിലുണ്ടായിരുന്നു. ഒപ്പം ഈ പറയുന്ന എക്സ്റ്റൻഡഡ് റേപ്പിൻ്റെ ലയബിലിറ്റിയുമുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ അദ്ദേഹത്തിനെതിരെ തെളിവ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ഒരു ചാർജും നിലനിൽക്കാത്തത് കൊണ്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വ്യക്തി തന്നെ കുടുക്കിയിട്ടാണ് ഈ 8.5 വർഷം അകത്തിട്ടിരുന്നത്, അതിന് പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനി പറഞ്ഞിട്ട് ദിലീപിനെ അകത്തിടാമെങ്കിൽ ദിലീപിനും അത് ആരോപിക്കാം. കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ഈ നടിക്ക് പൂർണ്ണമായും നീതി കിട്ടി എന്നുള്ളതാണോ? ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെക്കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം. അല്ല, ഞാനിതിൻ്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ച ഒരാളല്ലല്ലോ. നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത. പ്രോസിക്യൂഷന് നിങ്ങളെന്താ കരുതുന്നത്?
അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്? പുറത്തുനിന്ന് ആരെങ്കിലും ആണോ? സാറേ, ഇതിലെ ഈ സംഭവം സാറ് കാണണല്ലോ, കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ കാണുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്നാണോ സാറിന് തോന്നുന്നത്? എന്താണ് സാറിന്റെ അഭിപ്രായം? ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? സാറിന് എന്താ തോന്നുന്നു? സാർ സ്വാഭാവികമായിട്ട് സാറിന്റെ ഒരു വാക്കുകൾ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നതാണല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇതിലെ ഒരാൾക്ക് എനിക്കെതിരെ കള്ളത്തെളിവുണ്ടായി എന്ന്, അല്ലെങ്കിൽ എനിക്കെതിരെ തെളിവ് ഉണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ്. ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലല്ലോ. ദിലീപ് പറയുന്നത് മഞ്ജു വാര്യർ ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഈ കേസിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുകയും അതിനെ തുടർന്നാണ് തന്നെ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. അതിവിടെയുള്ള ക്രിമിനൽ ബുദ്ധിയുള്ള കുറേ പോലീസുകാരാണ്, അത് അവർ പ്രചരിപ്പിച്ചു, അതിൻ്റെ പേരിൽ തനിക്കെതിരെ കേസെടുത്തു എന്നാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ബൈജു പൗലോസുമായി ബന്ധപ്പെട്ട് ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിലീപിനെതിരെ ഭീഷണി മുഴക്കി എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് കൊടുത്ത ദിലീപ് അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു കോടതിയിലെ നടപടി കഴിഞ്ഞതിന് ശേഷം വരാന്തയിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് സാറിനും വീടും കുടുംബവും ഒക്കെ ഇല്ലേ എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു എന്നാണ്. പിന്നീട് അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ എന്തായി? ഡേറ്റ് പറഞ്ഞതും തീയതി പറഞ്ഞതും കോടതി പറഞ്ഞതും എല്ലാ സമയവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ബൈജു പൗലോസാണ്. പക്ഷേ ആ സമയത്ത് ഈ രണ്ടാൾക്കാരും ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഈ കേസ് ആ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കോടതി തന്നെ നേരിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു വിവരത്തിൽ മലീഷ്യസ് ആയിട്ട് ദിലീപിനെതിരെ പോലീസ് ഏകപക്ഷീയമായിട്ട് ബയാസ്ഡായിട്ട് ഹോസ്റ്റൈലായിട്ട് പെരുമാറി എന്ന് അയാൾ സംശയിച്ചാൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ കഴിയുമോ? അപ്പോൾ അയാൾക്കത് പറ്റില്ല എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാൻ കഴിയുമോ? അതില്ല. ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു വൺ സൈഡഡ് പരിപാടിയൊന്നുമല്ല. ഗൂഢാലോചന എന്നത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു ആക്ഷേപമുണ്ടോ എങ്കിൽ അതിന് നമ്മളെന്തിനു ഭയപ്പെടുന്നു? അദ്ദേഹം ആർക്കെതിരെയെങ്കിലും പരാതി കൊടുക്കാൻ, അദ്ദേഹം മഞ്ജു വാര്യർക്കെതിരെയോ അദ്ദേഹം ബി സന്ധ്യക്കെതിരെയോ അദ്ദേഹം ബൈജു പൗലോസിനെതിരെയോ ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനാ പോകുന്നത്? ലീഗൽ സിസ്റ്റത്തിനല്ലേ അദ്ദേഹം ആശ്രയിക്കുന്നത്. അങ്ങനെ ലീഗലായിട്ടല്ലേ കാര്യങ്ങൾ നടക്കേണ്ടത്. 8.5 വർഷം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് ട്രയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അദ്ദേഹം എപ്പോഴാണ് എക്സസൈസ് ചെയ്യുന്നത്? അദ്ദേഹം എപ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നത്? പുറത്തു വന്നതിന് ശേഷം. അപ്പോൾ ദിലീപിന് ഒരു അക്വിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിക്ക് അദ്ദേഹത്തിന് അവകാശങ്ങളൊന്നുമില്ല എന്ന മട്ടിൽ പറയുന്നതിനോ അദ്ദേഹം ആരുടെ പേരും ഗൂഢാലോചന ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള യുക്തിയല്ല, നമ്മുടെ നാട്ടിലെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്.